തമിഴ്നാട് നീലഗിരിയിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ചു കൊന്നു. അമ്മയോടൊപ്പം പോകുമ്പോഴായിരുന്നു സംഭവം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, ഈ പ്രദേശത്ത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവും ഒക്കെ ഉള്ളൊരു ഇടമാണോ? എന്താണ് സംഭവിച്ചത്? ഗൂഗിൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവിടെ പുലിയുടെ ആക്രമണം വ്യാപകമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ 4 യുവതികളെയും ഒരു പെൺകുട്ടിയെയും ഒക്കെ പുലി ആക്രമിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട ഉൾപ്പെടെ 2 മരണവും കൊല്ലപ്പെട്ടവും 2 കുട്ടികൾ, ഒരു യുവതിയും ഒരു പെൺകുട്ടിയും ഇപ്പോൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർത്തുകയും പുലിയെ മയക്കുവഴി വെച്ച് പിടികൂടാമെന്ന ഉറപ്പ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇന്നിപ്പോൾ അമ്മയോടൊപ്പം നടന്നു പോവുകയായിരുന്ന കുട്ടിയെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു നീലഗിരിയിൽ എന്നുള്ളതാണ്. നീലഗിരി പന്തല്ലൂർ മേഖലയിലാണ്. പന്തല്ലൂരിലെ തൊണ്ടിയാളം എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ഇപ്പോൾ ആക്രമണം നടന്നത്. അത് ഈ കുട്ടി അതിഥി തൊഴിലാളികളുടെ മകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മയും മകളും ചേർന്ന് തേയിലത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം. അതായത് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പുലി ഇവിടെയുണ്ട്, പക്ഷെ ഇതിനെ സ്പോട്ട് ചെയ്യാനോ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാനോ വനംവകുപ്പ് തയ്യാറാവുന്നില്ല എന്നൊരു വലിയ പരാതിയും എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. 10 ദിവസത്തിനിടെ 6 പേരെ പുലി ആക്രമിക്കുന്നു. ഒരു യുവതിയും കുഞ്ഞും കൊല്ലപ്പെടുന്ന നിലയിലേക്ക് വരെയാണ് അവിടെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഗോകുൽ, ശരി, നീലഗിരിയിലേതായാലും സ്വൈര്യജീവിതത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കുന്നതാണ് പുലിയുടെ ആക്രമണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ പുലിഭീതിയിലാണ്. ഇന്ന് 3 വയസ്സുകാരിയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.